ഇന്ന് സഭയായി ധ്യാനിക്കുന്നതിനായി നമുക്ക് വേർതിരിച്ചിരിക്കുന്ന വേദവാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു വാക്യമാണ് ഇപ്പോൾ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തോന്നുന്നത്. ജീവിതത്തിൽ സമാധാനം നൽകുന്ന സമാധാനത്തിൻ്റെ പ്രഭുവാണ് കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പും ക്രൂശ് മരണത്തിന് ശേഷവും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാവട്ടെ എന്ന് കർത്താവ് പറഞ്ഞ വാക്യം നമ്മുടെ ആരാധനയിൽ നാം ആവർത്തിക്കാറുണ്ട്. സമാധാനത്തിൻ്റെ മക്കളായി ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മിൽ നിന്നെല്ലാം പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഇതിൻ്റെ എല്ലാം അർത്ഥം. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ തൻ്റെ ജീവിതം വളരെയധികം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചൊരു ജീവിതവുമായിട്ടാണ് കടന്നു വന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായുള്ള വേദഭാഗം നമുക്കറിയാം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സമാപന സന്ദേശത്തിൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ജീവിത ദർശനമുള്ളവരായിട്ട് നാം തീരണം. 2, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായിട്ട് നാം കാണണം. ജീവിത ദർശനം ഉള്ളവരാകുക, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ദൂത് ബഹുമാനപ്പെട്ട എബ്രഹാം ബി ഉമ്മനച്ചൻ നമുക്ക് നൽകുകയുണ്ടായി. നമ്മയെല്ലാം ചലഞ്ച് ചെയ്തതായിട്ടുള്ള ഒരു ഭാഗമാണ് അച്ഛൻ നമ്മോട് സംസാരിച്ചത്. ഈ വർഷത്തെ പ്രഭാഷണങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നതും വേദപുസ്തകം പഠിക്കുന്നതിനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു എന്നതാണ്. ഇന്ന് ആരാധന കഴിഞ്ഞാണ് നാം എല്ലാവരും കൂടുന്നത് എന്ന വരികിൽ തന്നെയും നിങ്ങളെല്ലാവരും ദൈവവചനം കേൾക്കുവാൻ താല്പര്യപ്പെട്ട് വീണ്ടും ഈ മീറ്റിങ്ങിൽ സന്നിഹിതരായിരിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ മുമ്പിൽ ഇന്ന് ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ആയിട്ടുള്ള കുട്ടികൾ വരെ ഇരിപ്പുണ്ട്, കൊച്ചു കുട്ടികൾ വരെ ഇരിപ്പുണ്ട് എന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. എല്ലാ ഇടവുകളിലും പ്രകാരം കാണാറില്ല, എന്നാൽ ഈ ഇടവുകളിൽ അത് കാണുന്നുണ്ട്. ജീവിതത്തിൽ എപ്രകാരമാണ് ദൈവരാജ്യ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഓരോ തലമുറയിലൂടെയും സാധ്യമായി തീരുന്നത് എന്നത് ചോദിക്കേണ്ടത് ആവശ്യമാണ് എന്നത് പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ നമ്മെ പ്രബോധിപ്പിച്ചുവല്ലോ. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഇടവുകളിലെല്ലാം യുവജനങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതായുള്ള കാഴ്ചയാണ് കാണുവാനായിട്ടിടയാവുന്നത്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നതായുള്ള കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തേക്ക് നമ്മളുടെ യുവജനങ്ങൾ പോകുമ്പോൾ അവർ ദൈവമുള്ളവരായി, സഭയോട് ലോയലായി, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി എല്ലാം കാണപ്പെടുവാൻ ഇടയാകണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അച്ഛൻ നമ്മോട് ചോദിക്കുകയുണ്ടായി, അപ്രകാരം വളർത്തിക്കൊണ്ടുവരുന്നതിനായിട്ടും അയക്കുന്നതിനായിട്ടും എത്രമാത്രം നാം താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതായിട്ട് ചോദ്യം. വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്
ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന യുവജനങ്ങൾ എപ്രകാരമാണ് ഇന്ന് ആയി തീരുന്നത് എന്നത് കാണുവാൻ കൊണ്ടിടയാവുന്നുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഞാൻ വളരെ അടുത്ത സമയത്ത് മിച്ചിഗനടുത്തുള്ള ഡിട്രോയിറ്റിലെ ഇടവകയിൽ പോവുകയുണ്ടായി. ആരാധനയിൽ അവിടെ നിന്ന് 1 മണിക്കൂറെങ്കിലും യാത്ര ചെയ്ത് എത്തിച്ചേരേണ്ട സ്ഥലത്ത് നിന്ന് 4 യുവാക്കൾ വന്ന് സംബന്ധിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അവർ മടങ്ങിപ്പോയത്. ദൈവത്തോടും ആരാധനയോടും സഭയോടും ഒക്കെയുള്ള കൂറ് പുലർത്തുവാൻ്റെ കോണം താല്പര്യപ്പെടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇന്ന് പല സ്ഥലങ്ങളിലും സമൂഹമായിട്ട് ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് യുവജനങ്ങൾ. അപ്രകാരമുള്ള സമൂഹങ്ങളെ വാർത്തെടുക്കുവാൻ്റെ കാരണം നമ്മളുടെ സഭയും താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും മറക്കരുത്. അനേകം പുതിയ ഇടവുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ രൂപം കൊള്ളുന്നുണ്ട്. ഞാൻ അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാതാപിതാക്കൾ കൂടെയില്ല, സ്വദേശമല്ല, വിദേശമാണ്. പലതരത്തിലുള്ള വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്തെയാണ് മുറുകെ പിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി സഭയോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന യുവതി യുവാക്കളെ കാണുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവരും ആയിരിക്കണം എന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് ലഭിച്ചതായുള്ള ആഹ്വാനം അനുസരിച്ച് നമ്മളുടെ ഭവനങ്ങളിൽ ദൈവരാജ്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ്റെ കൊണ്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും ആരും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന കർത്താവിൽ വിശ്വസിക്കുന്നതിന്, ബോധ്യപ്പെടുന്നതിന് നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരും. കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാണ് ജീവിച്ചത്, അതിജീവിച്ചാണ് ജീവിച്ചത്. ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് കർത്താവ് തൻ്റെ ജീവിതം മുഴുവൻ നൽകിയതും. അതുകൊണ്ട് തന്നെ കാൽവരി ക്രൂശിൽ പരമയാഗമായിട്ട് തീരേണ്ടതായിട്ട് വന്നു. ആ ക്രൂശിൽ വേദന അനുഭവിക്കുന്ന അവസരത്തിൽ ശരീരം മുറിക്കുകയും രക്തമൊഴുക്കുകയൊക്കെ ചെയ്തതായുള്ള സാഹചര്യത്തിൽ അനുഭവിച്ച ദൈവത്തിൻ്റെ സമാധാനമാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറഞ്ഞ തരുവാൻ്റെ കോൺവേണ്ടിയായിട്ട് തീർന്നിട്ടുള്ളത്. പ്രയാസങ്ങളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും എല്ലാം മധ്യത്തിൽ എങ്ങനെയാണ് ദൈവിക സമാധാനം അനുഭവിക്കാനായിട്ട് ഇടയാവുന്നത്? ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ജീവിക്കുവാൻ ഇടയായിത്തീരുന്ന ആത്യന്തികമായുള്ള ഘടകത്തിലൂടെയാണ് അത് ഇടയാകുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി, ട്രസ്റ്റോടുകൂടി, ദൈവം മതിയാനാണ് എന്നുള്ള ഉറപ്പോടുകൂടി ജീവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുമ്പോഴാണ് കാറ്റും കോളം നിറഞ്ഞതായിട്ടുള്ള സാഹചര്യത്തിലും ശാന്തത, സമാധാനം അനുഭവിപ്പാൻ്റെ കൊണ്ട് ഇടയായിട്ട് തീരുന്നത്. ആ സമാധാനം പ്രിയ ശിഷ്യന്മാർക്ക് നൽകിക്കൊടുക്കുവാൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം മുതൽ തന്നെ താല്പര്യപ്പെട്ടു. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്നതായുള്ള അവസരത്തിൽ ശിഷ്യന്മാരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായി മുറിവേറ്റതായുള്ള കരം കാട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത് കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ, പലപ്പോഴായി. ആ സമാധാനമുള്ളവരായി ജീവിപ്പാൻ്റെ കൊണ്ടമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും. നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെയാണ്, യാതൊരു സംശയമില്ല. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ എനിക്ക് ശരണമായിട്ടൊരു ദൈവമുണ്ട് എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ജീവിക്കുവാനിടയായിത്തീരുന്ന വ്യക്തികൾക്കാണ് മാതൃകാപരമായി അത് തലമുറകൾക്ക് കൈമാറുവാൻ്റെ കൊണ്ടും ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് ജീവിത ദർശനമുള്ളവരായി ജീവിക്കേണ്ടത് ആവശ്യമെന്ന് ഞാൻ പറഞ്ഞത്.
33 വയസ്സിൽ ജോൺ ഹോപ്കിൻസൺ എന്ന് പറയുന്നതായിട്ടുള്ള ആശുപത്രിയിൽ ഒരു ന്യൂറോ സർജനായി, അതിൻ്റെ മേധാവിയായി നിയമിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഡോക്ടർ, ന്യൂറോ സർജൻ കാൾസൺ, അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ദർശനത്തെക്കുറിച്ച് ഒരു ഭാഗത്തെ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണുന്നതിനായി മാതാപിതാക്കൾ ബ്രെയിനിന് ക്യാൻസർ ബാധിച്ചു എന്ന് മറ്റ് ഡോക്ടർമാരൊക്കെ പറഞ്ഞതായിട്ടുള്ള കുട്ടിയുമായിട്ട് വരികയാണ്. ഡോക്ടർ നോക്കിയതായിട്ടുള്ള അവസരത്തിൽ, പ്രിലിമിനറി റിപ്പോർട്ടുകളെല്ലാം എടുത്തതായിട്ടുള്ള അവസരത്തിലെല്ലാം ബ്രെയിൻ ക്യാൻസർ ഉണ്ട് എന്നത് മനസ്സിലാക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ പറയാനായിട്ട് സാധിക്കുന്നത്, കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവയ്ക്കൂ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, കുഞ്ഞ് ജീവിക്കുന്നവർ ജീവിച്ചിട്ടേ മരിക്കട്ടെ. ഇത് കേട്ടതായിട്ടുള്ള മാതാപിതാക്കൾ ഈ ഡോക്ടറോട് ഇപ്രകാരം പറഞ്ഞു, "The Lord has sent us to you. The Lord has sent us to you." മറ്റാരുമല്ല, ദൈവമാണ് ഞങ്ങളെ നിൻ്റെ അടുത്ത് അയച്ചിരിക്കുന്നത്. അത് ഡോക്ടർ കാൾസൻ്റെ ഹൃദയത്തിൽ പതിച്ചു. സാധാരണ ആരും പറയാത്തതായുള്ള രീതിയിൽ ഇത്ര ധൈര്യമായി, ഇത്ര ഉറപ്പോടുകൂടി എങ്ങനെയാണ് ഈ മാതാപിതാക്കൾക്ക് തൻ്റെ കുട്ടിയെക്കുറിച്ചും താൻ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ചും ഒക്കെ പറയുന്നതിനായിട്ട് സാധിക്കുന്നത്? "The Lord has sent us to you." അതുകൊണ്ട് തഴയരുത്, അതുകൊണ്ട് ഉപേക്ഷിക്കരുത്, തള്ളരുത്. ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും ഉപേക്ഷിക്കപ്പെട്ടവരെയും തള്ളപ്പെട്ടവരെയും എല്ലാം ചേർത്ത് നിർത്തുന്നതായുള്ള സ്വർഗസ്ഥ പിതാവാണ് നമുക്കുള്ളത് എന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ലോകത്തിന് നൽകിയതായുള്ള സുവിശേഷം. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് പട്ടണത്തിൽ ചെന്ന അവസരത്തിൽ തന്നെ പിടിച്ച് വലിക്കുന്നതായുള്ള പല ശക്തികൾ ഉള്ള സമയത്ത് അവരോട് പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റാരും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. 1 Corinthians chapter 2 verse 2. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റാരെയും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അങ്ങോട്ട് വലിക്കാം, ഇങ്ങോട്ട് വലിക്കാം. ഈ ലോകത്തിൽ നമ്മെ വശീകരിക്കുന്നതായുള്ള ശക്തികൾ വളരെ അധികമുണ്ടാകാം. എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശുവിൽ വെളിപ്പെട്ടതായിട്ടുള്ള ഒരു നിസ്തുലമായിട്ടുള്ള സ്നേഹമുണ്ട് എന്നും ഒരു സ്വർഗസ്ഥ പിതാവുണ്ട് എന്നതും ഒക്കെ മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കത്തില്ല. വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അനുഭവത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. ജോൺ കാൾസൺ ഈ കുട്ടിയെ തൻ്റെ അടുത്ത് കൊണ്ടുവന്ന അവസരത്തിൽ തൻ്റെ കൂടെ പ്രവർത്തിച്ചതായിട്ടുള്ള ആളുകളോട് ചേർന്ന് പറഞ്ഞു, നമുക്ക് ബ്രെയിൻ തുറക്കാം, അവിടെ ഉള്ള ഈ ക്യാൻസറസ് സെല്ലുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ അദ്ദേഹം ബ്രെയിൻ തുറന്നു, ക്യാൻസറസ് സെല്ലുകളൊക്കെ കണ്ടു, അത് കുറച്ചൊക്കെ ക്ലീൻ ചെയ്തു, തിരിച്ചടച്ചു. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചടച്ച് ആ കുട്ടിയെ പോസ്റ്റ് സർജിക്കൽ വാർഡിൽ കിടത്തിയ അവസരത്തിൽ കാൾസൺ മനസ്സിലാക്കിയൊരു സംഗതിയുണ്ട്. ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതല്ല പലതും തിരിച്ചു കിട്ടുന്നതിനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ആ കുട്ടിയുടെ കണ്ണ് 2 വശത്തേക്കാണ് പോകുന്നത്, ഏകാഗ്രമായിട്ട് നോക്കാൻ സാധിക്കത്തില്ല. ആ കുട്ടിയുടെ വായിൽ നിന്ന് ഉമിനീര് ഇറങ്ങുന്നുണ്ട്, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ആ കുട്ടിക്ക് വളരെയധികം ചിത്തഭ്രമമുണ്ട്. ബ്രെയിൻ ക്യാൻസറല്ലേ, എന്തൊക്കെ കാര്യങ്ങളുണ്ടാവാം. ഇതെല്ലാം ആ കുട്ടിയിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഡിമിനിഷ് ചെയ്യുന്നതായിട്ടും കുട്ടി ശാന്തമാകുന്നതായിട്ടും ഒക്കെ കണ്ടു.
അപ്പോൾ ഈ മാതാപിതാക്കൾ പറഞ്ഞതായുള്ള വാക്ക് പിന്നെയും പിന്നെയും എൻ്റെ മനസ്സിൽ വന്നത്, ദ ലോർഡ് ഹാസ് സെൻഡ് us to you. ദ ലോർഡ് ഹാസ് സെൻഡ് us to you. ദൈവമാണ് ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, വെൽ, we will open that brain again and we'll have a re-look. തുറക്കാം, രണ്ടാമത് നോക്കാം. അങ്ങനെ ബ്രെയിൻ വീണ്ടും തുറന്നു. അവർ വീണ്ടും പരിശോധിച്ചപ്പോൾ ഡോക്ടർ കാൾസന് മനസ്സിലായ ഒരു സംഗതിയുണ്ട്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. കാൾസൺ മനസ്സിലാക്കി, ഈ ബ്രെയിനിന് അവിടെ ഒരു ട്യൂമറുണ്ടായി. ആ ട്യൂമറ് ബ്രെയിനെ സപ്രസ് ചെയ്ത് ബ്രെയിൻ ശരിയായ വിധം പ്രവർത്തിക്കുവാൻ കഴിയാത്തതായുള്ള സാഹചര്യത്തിൽ ഈ കുട്ടിയെ ആക്കിയിരിക്കുകയാണ്. എന്ത് ചെയ്യണം? ക്യാൻസർ സെല്ലുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റണം. ബ്രെയിനെ ഫ്രീ ആക്കി വിടണം. സോ ദാറ്റ് ദ ചൈൽഡ് ക്യാൻ ലിവ്. ലെയർ ബൈ ലെയറായിട്ടാണ് മാറ്റുന്നത്. നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുമായിരിക്കും. ബ്രെയിനൊക്കെ തുറന്നു കഴിഞ്ഞാൽ ക്യാൻസർ സെല്ലുള്ളതായിട്ടുള്ള ഭാഗങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറ്റുക എന്നൊക്കെ പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ അത് ബ്രെയിനടുത്താണ്. ബ്രെയിനെ ടച്ച് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളറിയാം. വളരെയധികം ഡിഫോമിറ്റീസൊക്കെ കുഞ്ഞിനുണ്ടാവാം. വളരെ ശ്രദ്ധിച്ച് അത് ഓരോന്ന് ചെയ്തു. അടച്ചു. കുഞ്ഞിന് സൗഖ്യം കിട്ടി. ഇൻ നട്ട്ഷെൽ ആ നറേഷൻ പറയുന്നത്, ആ കുഞ്ഞ് വളർന്നു വന്ന് ഇപ്പോൾ അമേരിക്കയിലെ ഒരു പട്ടണ ഇടവേള വികാരിയായിട്ട് ശുശ്രൂഷിക്കുന്നു. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? The Lord has sent us to you. The Lord has sent us to you. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. Are we willing to give ourselves into the mighty hands of God? Putting our hands in the hands of the Lord who come to see. കുട്ടികൾ പാടുന്നത് നല്ലൊരു പാട്ടാണ്. അവൻ്റെ കരുത്തിൽ നമ്മെ ഏൽപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. ജീവിത ദർശനമുള്ളവരായിട്ട് തീരുന്നവർക്കാണ് അപ്രകാരം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന പ്രവർത്തനങ്ങളെ ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കി ജീവിപ്പാൻ കൊണ്ടിടയാവുന്നത്. ഇന്ന് 18ഓളം കുഞ്ഞുങ്ങളാണ് ഫസ്റ്റ് കമ്മ്യൂണിക്കൻസായിട്ടുണ്ട് വന്ന് മുട്ടുകുത്തിയത്. അവരുടെ ഓരോരുത്തരും തലയെ കൈവച്ച് പ്രാർത്ഥിച്ചതല്ല പ്രാർത്ഥന നിങ്ങളും കേട്ടുവല്ലോ. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വളർന്നു വന്ന് ഫലം കായ്ക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ചെറിയ കാര്യമാണ്. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വളർന്നു വന്ന് ഫലം കായ്ക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഈ പൈതൽ എന്തായിത്തീരും എന്ന് പറയുന്ന പോലെയുള്ള അനുഭവമാണ് ഓരോ കുട്ടിയുടെയും ജീവിതത്തെക്കുറിച്ച് ആ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവേണ്ടതായുള്ള അനുഭവം. എന്തായിത്തീരും അറിയാൻ മേല. ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ വളർന്നു വന്ന ഫലം കായ്ക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഡോക്ടർ ബെൻ കാർസൺ പറഞ്ഞതായിട്ടുള്ള സംഭവത്തിൽ 2 കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അവിടെ പറയുമ്പോഴാണ് അത് ഏറ്റവും അർത്ഥവത്തായിട്ട് തീരുന്നത്. തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതായുള്ള ഒരു ഡോക്ടർ എത്തീസ്റ്റായിരുന്നു. ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതല്ല മനുഷ്യൻ. ഒരു നല്ല ടെക്നീഷ്യനാണ്, ഒരു നല്ല ഡോക്ടറാണ്. ശാസ്ത്രലോകത്തിൽ മനുഷ്യന് അസാധ്യമായിട്ടുള്ള അനേക കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചിന്തിക്കുന്നതല്ല മനുഷ്യൻ. ഇത് കണ്ടതിന് ശേഷം, ഞാൻ പറഞ്ഞതായുള്ള കാര്യം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഐ ബിലീവ് ഇൻ ഗോഡ്. ഐ ബിലീവ് ഇൻ ഗോഡ്. ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബെൻ കാർസൺ ഡോക്ടറെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ദൈവസ്ഥാനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞത്, ഗോഡ്, യു ആർ awesome. You take over. I can give my hands. You are the doctor. I have only my hands. You take over. ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നൽകി കൊടുക്കുവാൻ ഇടയായി തീരുമ്പോൾ എത്ര മനോഹരമായി സൗഭാഗ്യമായി ജീവിതം തീരും എന്നത് തിരിച്ചറിയുവാൻ
അനുഭവങ്ങളിലൂടെ നമുക്ക് സാധ്യമായിട്ട് തീരണം. അമേരിക്കയിലെ ഡോക്ടർ പോൾ റാസ്കിൻ, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന അനേക രോഗികളെയൊക്കെ താൻ പരിചരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ കൂടെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോട് പറയുകയാണ്. അങ്ങനെ പറയുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു രോഗിയെക്കുറിച്ച് 10 കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 1, ആ ആളെ സംസാരിക്കുകയോ ഞാൻ പറയുന്നത് ശരിയായിട്ട് മനസ്സിലാക്കുകയോ ചെയ്യുന്നതായുള്ള ഒരാളല്ല. നമ്പർ 1. നമ്പർ 2, ചിലപ്പോൾ ആ വ്യക്തി നമ്മുടെ മുമ്പിൽ പറയുന്നതായിട്ടുള്ള വാക്കുകൾ, ശബ്ദം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഏതാണ്ടൊക്കെ ചെലമ്പുന്നു എന്ന് പറയുന്നതായിട്ടുള്ള രീതിയിൽ ആയിരിക്കുന്ന വ്യക്തി. 3, ആളും സമയവും സ്ഥലവും സംബന്ധിച്ച് ആളിന് യാതൊരു അവബോധവുമില്ല. 4, ആളിൻ്റെ പേര് വിളിച്ചാൽ ശ്രദ്ധിക്കും. എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നത് ശ്രദ്ധാപൂർവം കേൾക്കുന്നതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ സ്വന്തം കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നതിനായിട്ടോ പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിനായിട്ടോ ഒന്നുമുള്ള കഴിവ് ആ വ്യക്തിക്കില്ല. 6, എല്ലാ ദിവസവും ആ ആളിനെ കുളിപ്പിക്കണം. ആ ആളിന് എല്ലാ ദിവസവും വസ്ത്രം നൽകണം. ആളിന് എല്ലാ ദിവസവും ഭക്ഷണം വാരി കൊടുക്കണം. 7, ആളിന് പല്ലില്ല എന്നുള്ളത് കൊണ്ട് ലിക്വിഡ് ഫുഡ് മാത്രമേ കൊടുക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. 8, വായിൽ നിന്ന് ഉമിനീർ ഇറങ്ങി വരുന്നത് കൊണ്ട് മിക്കവാറും ഇടുന്നതായുള്ള വസ്ത്രമെല്ലാം വളരെ വേഗത്തിൽ അഴുക്കാക്കി കളയും. ഇത്രയും പറഞ്ഞതെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ, ആ ആളിന് എഴുന്നേറ്റ് നടക്കാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ചിലപ്പോൾ അർദ്ധരാത്രിയിൽ ഉണർന്ന് നിലവിളിക്കും. സമയബോധമില്ലാത്തത് കൊണ്ടാണ്. ഏത് സമയത്ത് ഉറങ്ങുന്നത്, ഏത് സമയത്ത് എഴുന്നേക്കുന്നത് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നിലവിളിക്കും. എന്നാൽ പേർ വിളിച്ച് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി പരിചരണം നൽകുന്ന അവസരത്തിൽ ശാന്തമാവുകയും ചെയ്യും. ഈ 10 കാര്യങ്ങൾ ഡോക്ടറെ തൻ്റെ കൂടെയുള്ള ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചതിന് ശേഷം പറഞ്ഞു, ഈ ആളിൻ്റെ പരിചരണം ഏറ്റെടുക്കുന്നതിനായിട്ട് സാധിക്കുമോ? ആരും മുൻപോട്ട് വന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ കാരണം നമ്മളുടെയും പ്രകൃതി അത് തന്നെയാണ്. ആരും മുമ്പോട്ട് വന്നില്ല. ഇവിടെ അന്വേഷിക്കുന്നപ്പോഴ കുമ്പനാട് കടപ്രയിലെ പ്രവർത്തനത്തെക്കുറിച്ചും നിരന്തരത്തെ അനുഗ്രഹ തീരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. വോളണ്ടിയേഴ്സ് ആവശ്യമില്ല. ആരുടെ? നിരണ്ണന്മാരമ്മൻ ഭദ്രാസനത്തിൻ്റെ ഈ വലിയ സദസ്സിൽ ആരുണ്ട് വോളണ്ടിയർ ചെയ്ത് പ്രവർത്തിക്കുവാനായിട്ട്, ശുശ്രൂഷിക്കുവാനായിട്ട്? കഴിഞ്ഞ ദിവസം എബ്രാം പി മനസ്സിലാണെന്ന് തോന്നുന്നു, എവിടെയോ പ്രസംഗിച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി. മദർ തെരേസയുടെ കാളിക്കട്ട് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലം, അവിടെ അച്ഛൻ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോയത്. കാളിക്കട്ട് അതൊരു ക്ഷേത്രത്തിനടുത്തുള്ള സ്ഥലമാണ്. അവിടെ ക്ഷേത്രത്തോടെ നരബലിയാണ് ഒരു കാലത്തുണ്ടായിരുന്നത്, ഇപ്പോൾ ഇല്ല.
അവിടെ പൂജ നടത്തിക്കൊണ്ട് പൂജാരി പോലും ശരീരം ക്ഷീണിച്ചതായുള്ള അവസരത്തിൽ അവരെ റിജക്റ്റ് ചെയ്ത് പുറത്തു കളഞ്ഞു. അവസാനം ഈ കാളിഘട്ടിലെ മദർ തെരേസയുടെ ഭവനത്തിലാണ് അദ്ദേഹത്തെ പോലും ശുശ്രൂഷിച്ചത്. എനിക്ക് ഗോഡസിനെ, ദൈവത്തെ ഇവിടെയാണ് കാണാൻ സാധിച്ചതെന്നൊക്കെ പറയുന്നതായുള്ള സാക്ഷ്യം അവിടെയാണ് ഉണ്ടാകുന്നത്. ഈ മദർ തെരേസയും കൂടെയുള്ള സിസ്റ്റേഴ്സുമൊക്കെ ഇവിടെ ഈ കിടക്കുന്നതായിട്ടുള്ള ആളുകൾ, ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ആളുകൾ, കിടക്കുന്ന ആളുകളുടെ അടുത്ത് ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ മദർ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സിസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ രോഗിയെയും ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിനെന്ന വണ്ണം വേണം ശുശ്രൂഷിക്കുവാൻ, കർത്താവിനെന്ന വണ്ണം വേണം ശുശ്രൂഷിക്കുവാൻ. അമ്മ ഒരു രോഗിയെ ഇങ്ങനെ ശുശ്രൂഷിച്ച് എനിക്ക് തോന്നുന്നു ഭക്ഷണം കൊടുത്ത സമയത്ത് ഛർദ്ദിച്ചു. ആ ഛർദിലെല്ലാം തൻ്റെ കൈക്കുമ്പിളിലൊക്കെ വാങ്ങി ആ ആളിനെ ഇങ്ങനെ പരിചരിക്കുന്നതായിട്ടുള്ള വേളയിൽ ഒരു സ്പൂണ് താഴെ വീഴുന്നതായുള്ള ശബ്ദം കേട്ടു. അപ്പോൾ തിരിഞ്ഞു നോക്കി. തൻ്റെ കൂടെയുള്ള ഒരു സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഒരു രോഗിക്ക് സൂപ്പ് കൊടുക്കാൻ കൊണ്ടുവന്ന അവസരത്തിൽ കയ്യിൽ നിന്ന് സ്പൂണ് താഴെ പോയതാണ്. അമ്മ ഉടനെ ചോദിച്ചു, കർത്താവാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് ഈ സ്പൂണ് താഴെ പോകുമായിരുന്നു. കർത്താവാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് ഈ സ്പൂണ് താഴെ പോകുമായിരുന്നു. അതീവ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ടതായുള്ള അനേക ശുശ്രൂഷകൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ദ മാൻ ഫോർ അതേഴ്സ്, അങ്ങനെയാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്. ദ മാൻ ഫോർ അതേഴ്സ് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിന് ഒരു എക്സ്റ്റൻഷനായിട്ട് ചേർത്ത് നിർത്താൻ സാധിക്കുമോ? ഇന്ന് അയൽവക്ക ബന്ധമൊന്നും ഇല്ലാത്തതായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അയൽവക്ക ബന്ധം ഒന്നുമേ ഇല്ല. അതുകൊണ്ട് തന്നെ അയൽവക്കത്തെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും വി ആർ നോട്ട് ബോതേഡ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഈ അയൽവക്കങ്ങളിലൊക്കെയാണ് നമുക്ക് മരുമക്കളെയൊക്കെ കിട്ടേണ്ടത്. ഡു യു റിയലൈസ് ദാറ്റ്? മകളെ കൊടുക്കുന്നത്, മകന് ഒരു ഭാര്യയൊക്കെ എടുക്കുന്നതൊക്കെ എവിടുന്നാണ്? അത് ജീവിതത്തിൻ്റെ തുടർച്ചയാണ് എന്ന് ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നതായിട്ടുള്ള കാര്യം. എ പേഴ്സൺ ഹൂം യു ഹാവൻ സീൻ, എ സ്ട്രേഞ്ചർ, പല വിധത്തിലുള്ള സ്വഭാവം, പല അഭിപ്രായങ്ങൾ, നിൻ്റെ ജീവിതത്തിന് തുടർച്ച എന്നപോലെ കാണാനായിട്ട് കഴിയുമോ? കഴിയണം എന്നതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്താണ് ക്രിസ്തീയ സഭയ്ക്ക് ഈ ലോകത്തിൽ, ഈ കാലഘട്ടത്തിൽ നൽകുവാനായിട്ട് സാധിക്കുന്നത്? നൽകുവാൻ സാധിക്കേണ്ടത് വ്യക്തമായ ദർശനമുള്ളൊരു സമൂഹമാണ് ക്രിസ്തീയ സമൂഹം എന്നത് പറയുന്നതിനായിട്ട് സാധിക്കണം. 2, ഈ വിശ്വാസത്തിൻ്റെ നായകനായിട്ടുള്ള കർത്താവിനെ കണ്ട് ജീവിക്കുന്നതായുള്ള വ്യക്തികൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന യവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എൻ്റെ അയൽക്കാരനാരാ? എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതായിട്ടുള്ള അവസരത്തിൽ യേശു ഒരു ദൃഷ്ടാന്തമൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരിൽ ആരാണ് അവന് കൂട്ടുകാരനായി തീർന്നത്? അവന് രക്ഷ ചെയ്തവൻ. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഡു ഇറ്റ്. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വീണ്ടും വീണ്ടും വായിച്ചെടുക്കുന്നത്, ദൈവജനത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. പിന്നെയോ ചെയ്യുന്നതിനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഡു ഇറ്റ് നൗ. ഡു ഇറ്റ് നൗ. ജീവിക്കുന്നൊരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ജീവനുള്ള ദൈവത്തെ ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളുടെ മധ്യത്തിൽ കാണുന്നതിനായിട്ട് സാധിക്കുമോ? മുറുകെ പിടിക്കുന്നതിനായിട്ട് സാധിക്കുമോ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് വരുന്നതായുള്ള സാഹചര്യത്തിൽ, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വരുന്നതായുള്ള സാഹചര്യത്തിൽ, ഇല്ല, ദൈവമുണ്ട് എന്ന് പറയുവാൻ ഇടയായി തീരുന്നതായിട്ടുള്ള
ജീവിത സാഹചര്യത്തിലേക്കാണ് നാം ഉയർന്നു വരേണ്ടത്. ആ ദൈവത്തെയാണ് ഈ ലോകത്തിന് കൊടുക്കുവാൻ കൊണ്ട് സാധിക്കേണ്ടത്. മുമ്പേ ഞാൻ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ആ ആളുകൾ വന്ന് പറഞ്ഞ പോലെ, ദ ലോർഡ് ഹാസ് സെൻഡ് us to you. ദ ലോർഡ് ഹാസ് സെൻഡ് us to you. മറ്റാരുമല്ല, ദൈവമാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ അയച്ചിരിക്കുന്നത്, എൻ്റെ കുട്ടിയെ അയച്ചിരിക്കുന്നത്, ഞങ്ങൾ ആ കുട്ടിയുമായിട്ടിവിടെ വന്നിരിക്കുന്നത്. യു ഹാവ് എ പേർപ്പസ്, ഡിവൈൻ പേർപ്പസ്, വിച്ച് യു ക്യാൻ ക്യാരി ഔട്ട്. കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. ബെൻകാസിന് പോലും, ഡോക്ടർ ബെൻകാസിന് വീണ്ടും വീണ്ടും നോക്കേണ്ടതായിട്ട് വന്നു. എന്താണ് ഈ കുട്ടിക്ക് ചെയ്യേണ്ടത്? എന്താണ് ഈ കുട്ടിക്ക് ആവശ്യം? ഈ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ദൈവത്തിന് ആത്മാവ് അവിടെയാണ് പ്രവർത്തിച്ചത്. അവിടെയാണ് ദൈവത്തിന് ആത്മാവ് വെളിവാക്കി കൊടുക്കുന്നത്. The patient is not having brain cancer. The patient, brain cancer, ക്യാൻസറസ് സെല്ല് ബ്രെയിനെ സമ്മർദ്ദം ചെലുത്തി അതിനെ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത നിലയിലേക്ക് എത്തിക്കുകയാണ്. ആര് വെളിപ്പെടുത്തി? ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ഒരു റെവലേഷനാണ് നമുക്ക് ദിനംതോറും ലഭിക്കേണ്ടത്. ദൈവം, ജീവിക്കുന്ന ദൈവം, എന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം, എന്നെ സജീവമാക്കി തീർക്കുന്നതായുള്ള ദൈവം, ജീവിക്കുന്നതിനൊരു അർത്ഥമുണ്ട് എന്ന് പറയുന്നതായുള്ള ദൈവം, ആ ദൈവത്തെ കാണുവാൻ, അറിയുവാൻ എനിക്കും നിങ്ങൾക്കും എല്ലാം ഇടയായിട്ട് തീരണം. അവൻ്റെ ഇഷ്ടം ചെയ്ത് ഈ ലോകത്തിൽ നിറവേറുന്നതിലൂടെയാണ് ഈ ഏറ്റവും ചെറിയൊരുത്തിന് ചെയ്തത്തോളമെല്ലാം നിങ്ങൾ എനിക്കാകുന്നു ചെയ്തത് എന്ന് കർത്താവ് പറയുന്നത് അന്വർത്ഥമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ വായിച്ചതായ കുറിവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വീണ്ടും കൊണ്ടുപോകട്ടെ. സമാധാനമുണ്ടാക്കുന്നവ ഭാഗ്യവാന്മാർ, അവ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കണം, സമാധാനം നൽകണം, സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കണം. വി ആർ കോൾഡ് ടു ഡു ദാറ്റ്. ഈ കാലഘട്ടത്തിൽ ഈ സുവിശേഷത്തെ സുവിശേഷമായി ജീവിതത്തിൽ പ്രഘോഷിക്കുവാണ്ടൊക്കെയാണ് നമുക്കിടയായിട്ട് തീരുമ്പോഴാണ് നാം തന്നെ സുവിശേഷവാഹകരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഇടയായിട്ട് തീരുന്നത് എന്നത് നമുക്ക് ഓർക്കാം. കൺവെൻഷൻ്റെ അവസാന ഭാഗത്തേക്ക് നാം ചേർന്ന് വന്ന് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മോട് സംസാരിച്ചതായുള്ള കാര്യങ്ങളെയൊക്കെ കേൾക്കുവാണ്ടൊക്കെ ഇടയായിട്ട് തോന്നും. ആരംഭിച്ചത് തന്നെ ജീവിതം ഒരു ശുഭയാത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ജീവിതം ഒരു യാത്രയാണ്, അത് ശുഭമായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് കാണുവാണ്ടൊക്കെ ഇടയായിട്ട് തീരണം. യേശുവിനെ അറിയുക, യേശുവിൽ ജീവിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കുക, ഇതെല്ലാം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായിട്ട് തീരണം. രണ്ടാമത്തെ ദിവസം നമ്മോട് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിട്ട് തീരണം എന്നുള്ളതാണ്. സക്രിയാസ് മാർ ഫെലിക്സിനോസ് യാക്കോബ സഭയിലെ ഇടുക്കി പതരാസന അധ്യക്ഷൻ നമ്മോട് പറഞ്ഞത്, വിശക്കുന്നവരെ കരുതുന്നതായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥ തീർത്ഥാടകർ എന്നത് നമ്മോട് അന്ന് സൂചിപ്പിച്ചില്ലേ. സമൂഹം അവഗണിക്കുന്നവരെയും മാറ്റി നിർത്തുന്നവരെയും എല്ലാം ചേർത്ത് നിർത്തുന്നതാണ് സഭയുടെ ദൗത്യം എന്നത് സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ നാം കേട്ടതായിട്ടുള്ള വാക്കുകളാണ്. ആർജവമില്ലാത്ത ആരാധന ഒരു ശരിയായ ആരാധനയായി തീരുകയില്ല എന്നുള്ള വാക്കുകൾ ഇന്നലെ കേൾക്കുവാണ്ടൊക്കെ നമുക്കിടയായിട്ട് തോന്നുന്നു. ഹൃദയത്തിൻ്റെ പരിച്ഛേദന ഉള്ളിടത്താണ് ദൈവശബ്ദം കേൾക്കുവാനിടയായി തീരുന്നത് എന്നാണ് നമ്മോട് പറഞ്ഞത്. ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരു സർക്കംസിഷൻ നടക്കുവാണ്ടൊക്കെ ഇടയാകണം. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു റീക്രിയേറ്റിവിറ്റി ഒക്കെ നടക്കുന്നത്. നിർമ്മാണവും പുനർനിർമ്മാണവും ഒക്കെ ദൈവം നടത്തുന്നത് മനസ്സിലാക്കുവാണ്ടൊക്കെ ഇടയായിട്ട് തീരുന്നത്. പരാജയതീരം വിജയതീരമായിട്ട് തീരുന്നതാണ് ശിലകൾ
എബനേസർ ഉയർത്തുവാൻ്റെ കോണമിടയായിത്തീരുന്നത് എന്നതൊക്കെ നാം ഇന്നലെ വൈകിട്ട് പഠിക്കുകയുണ്ടായി. പിന്നെ മൊർദെഖായിയെക്കുറിച്ച് പ്രിയപ്പെട്ട അച്ഛൻ നമ്മോട് പറയുകയുണ്ടായി. നമ്മളുടെ ചുമതലകളെക്കുറിച്ച്, കടമകളെക്കുറിച്ച്, സ്വത്വത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി തീരേണ്ട ആവശ്യകതയെക്കുറിച്ച് അച്ഛൻ നമ്മോട് പറയുകയുണ്ടായി. കേൾക്കേണ്ടതെല്ലാം നാം കേട്ടു. നാം ഈ ലോകത്തിലേക്ക് ഇറങ്ങി പോകുവാനായിട്ട് പോവുകയാണ്. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഗോഡ് കോൺഷ്യസ്നെസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ജീവിതത്തെക്കുറിച്ച് ശരിയായൊരു ദർശനമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ടിടയാവണം. ഞാൻ ദൈവത്തിൻ്റേതാണ്, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതല്ല വ്യക്തിയാണ്. ഞാൻ മാമോദിസയേറ്റവനാണെന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. എന്നാൽ മാമോദിസയേറ്റ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതല്ല വ്യക്തിയാണ് എന്ന് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തരുന്നു. വിശുദ്ധ കുർബാനയുടെ അവസാനത്തിലുള്ള ആശീർവാദത്തിൽ പറയുന്നത് വിശുദ്ധ മാമോദിസയിൽ മുദ്രയിടപ്പെട്ട ഏവരുമേ എന്നതാണ്. വിശുദ്ധ മാമോദിസയിൽ മുദ്രയിടപ്പെട്ട ഏവരുമേ. ജയം നൽകുന്ന സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടതായുള്ള ഏവരുമേ. വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം. പാപികളാണ്, വീണു പോയിട്ടുണ്ട്, വീഴ്ചകൾ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ തള്ളിക്കളയുന്നതായുള്ള ദൈവമല്ല, പിന്നെയോ തള്ളിക്കളയാൻ ഈ ലോകം ശ്രമിക്കുന്നതായുള്ള അവസരത്തിൽ ചേർത്ത് നിർത്തുവാൻ്റെ കോണം കൂട്ടിച്ചേർക്കുന്നതായുള്ള ഒരു ദൈവത്തെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ മനസ്സിലാക്കുവാൻ്റെ കൊണ്ടിടയാവുന്നത്. ആ കർത്താവിനാൽ ചേർക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ മക്കളായി കാണുവാൻ, ഞാൻ ദൈവമക്കളെ വിളിക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിച്ചതല്ല നാം അങ്ങനെയാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാണുവാൻ, ഞാൻ ദൈവത്തിൻ്റെ മക്കൾ. ആ ഒരു ബോധ്യത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ കർത്താവെ തുടർന്നുള്ള നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്നത് നമുക്ക് പ്രാർത്ഥിക്കാം.